നേരിടാത്തവർ ചുരുക്കമാകും. എന്നാൽ പുതുതലമുറയിൽ പലരും ഇത് അതിജീവിക്കുന്നതിൽ പിന്നോട്ടാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് മരിച്ചത് ഇത്തരത്തിലുള്ള മാനസിക പീഡനം മൂലമാണെന്നാണ് പരാതി. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ മലയാളിയായ യുവ ഡോക്ടറുടെ മരണത്തിന് പിന്നിലും തൊഴിൽ സമ്മർദ്ദമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ വാർത്തകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ജീവനൊടുക്കിയത് തൊഴിൽ സ്ഥലത്തെ മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെയാണെന്നാണ് പരാതി. കുറ്റിപ്പുറം നഗരത്തിലുള്ള അമാന ആശുപത്രിയിലെ നഴ്സും എറണാകുളം കോതമംഗലം സ്വദേശി മിഫ്ലാജിന്റെ മകളുമായ അമീനയാണ് മരിച്ചത്. 20-കാരിയായ അമീന അമിതയളവിൽ മരുന്ന് കഴിച്ചാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ആരോപണ വിധേയനായ ആശുപത്രി മാനേജർ അബ്ദുറഹ്മാനെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4:00-ഓടെയാണ് കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സ് കോതമംഗലം സ്വദേശി അമീനയെ അമിതയളവിൽ മരുന്ന് കഴിച്ച് അവശനിലയിൽ കണ്ടത്. ഹോസ്റ്റലിൽ സഹപ്രവർത്തകരാണ് യുവതിയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിലായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ചാണ് അമീന മരിച്ചത്. രണ്ടര വർഷമായി അമീന കുറ്റിപ്പുറം അമാന ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. തൊഴിൽ സ്ഥലത്തെ മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെയാണ് ആത്മഹത്യയെന്നാണ് ബന്ധുക്കളുടെ പരാതി. സംഭവത്തിൽ ആരോപണ വിധേയനായ ആശുപത്രി മാനേജർ അബ്ദുറഹ്മാനെ സസ്പെൻഡ് ചെയ്തു. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ സഹപ്രവർത്തകരിൽ നിന്നടക്കം വ്യാപക ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസും അന്വേഷണം ആരംഭിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അമാന ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് 18 തിരൂർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ മലയാളി ഡോക്ടർ അഭിഷോ ഡേവിഡ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ അഭിഷോ ജോലി സംബന്ധമായി സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി. അഭിഷോയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പാറശാല സ്വദേശിയും ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയുമായിരുന്നു അഭിഷോ ഡേവിഡ്. വെള്ളിയാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഡോക്ടറായിരുന്നു അഭിഷോ. രാവിലെ ജീവനക്കാർ നോക്കിയപ്പോഴാണ് മുറിക്കുള്ളിൽ അഭിഷോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 19-ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന അഭിഷോയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർ കടുത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നതായും സംശയമുണ്ട്. അനസ്തേഷ്യ ഡോക്ടർമാർക്ക് സ്ട്രെസ്, കൂടുതൽ സമ്മർദ്ദം അവർ കൊടുക്കുന്നുണ്ട്. അവർക്ക് ജോലിഭാരം കൊടുക്കുന്നുണ്ട്. അവർ ഒരു രോഗി ചികിത്സിച്ച അവസാന ആ രോഗി രക്ഷപ്പെടുന്നത് വരെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്തു വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്കിത് വായിക്കാൻ പറ്റിയതാണ്. അപ്പം നമുക്കും ഇനി ഇവൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പൊതുവിൽ സന്തോഷവാനായിരുന്ന അഭിഷോ ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. വീട്ടിൽ വരാൻ കരുതിയിരിക്കുമായിരുന്നു. വൈഫ് 8 മന്ത് പ്രഗ്നൻ്റ്. അപ്പോൾ അതും എല്ലാം കൊണ്ട് ഹാപ്പി ആയിരുന്നു. ഇതെന്താ സംഭവിച്ചെന്ന് ഇനിയിപ്പോൾ നോക്കിയാലേ അറിയാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ തുടർ നടപടികൾക്കാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിൽ നിന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇനി. തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ഭിന്നശേഷിയുള്ള 3.5 വയസ്സുകാരനെ കൊന്ന് പിതാവ് ജീവനൊടുക്കിയത് മകന്റെ അവസ്ഥയിലുള്ള മനോവിഷമം മൂലമെന്ന് പോലീസ്. കുളമാവ് സ്വദേശി MP ഉന്മേഷും മകൻ ദേവുമാണ് മരിച്ചത്. കുട്ടിക്ക് കൂടുതൽ ചികിത്സ ലഭ്യമാക്കാൻ കഴിയാത്തത് ഉന്മേഷിനെ അലട്ടിയിരുന്നതായാണ് വിവരം. കഴിഞ്ഞ
രാത്രിയോടെ തൊടുപുഴ കാഞ്ഞിരമറ്റത്താണ് സംഭവം. 32-കാരനായ ഉന്മേഷാണ് 3 വയസ്സുകാരനായ മകൻ ദേവിനെ കൊന്ന ശേഷം ജീവനൊടുക്കിയത്. ഉന്മേഷിന്റെ കുടുംബം കഴിഞ്ഞ 1 വർഷമായി കാഞ്ഞിരമറ്റത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഭാര്യ അടുത്തുള്ള കടയിൽ ജോലിക്ക് പോയതായിരുന്നു. ഇവർ ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് വീട്ടിൽ മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടത്. ലോട്ടറി വിൽപ്പനക്കാരനായ ഉന്മേഷ് അധിക സമയവും മകനെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളായിരുന്നു. കുട്ടിക്ക് കൂടുതൽ ചികിത്സ നൽകണമെന്ന് പലരും പറഞ്ഞിരുന്നെങ്കിലും ഇതിന് കഴിയാത്തത് ഉന്മേഷിനെ അലട്ടിയിരുന്നതായാണ് വിവരം. ഇരുവരുടെയും മൃതദേഹം കിടപ്പുമുറിയിലെയും ഹാളിലെയും ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. തൊടുപുഴ SHO എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം മേൽ നടപടികൾ സ്വീകരിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൊടുപുഴ. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള അക്രമ സംഭവങ്ങൾ അടുത്തിടെയായി പതിവായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അകന്നു കഴിയുന്ന ഭാര്യയെയും മകളെയും വീട്ടിൽ കയറി മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷം ചുറ്റിക കൊണ്ട് ആക്രമിച്ച യുവാവ് പിടിയിൽ. കോന്നി അരുവാപുലം സ്വദേശിയായ ബിജുമോനാണ് പിടിയിലായത്. ആക്രമണത്തിൽ ബിജുമോന്റെ ഭാര്യ പ്രിയയ്ക്കും മകൾക്കും പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ബിജുമോൻ പിണങ്ങിക്കഴിയുന്ന ഭാര്യ പ്രിയയ്ക്കും മൂത്ത മകൾക്കും നേരെ ആക്രമണം നടത്തിയത്. ഇരുവരും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലെത്തിയ ഇയാൾ ഭാര്യയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷം ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തടസ്സം പിടിക്കാനെത്തിയ മകളെയും ആക്രമിച്ചു. ആക്രമണത്തിൽ പ്രിയയുടെ ഇടത് കണ്ണിന് മുകളിൽ ഗുരുതരമായി പരുക്കേറ്റു. തടസ്സം പിടിക്കാനെത്തിയ മകളുടെ തലയ്ക്ക് പിന്നിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതായും പോലീസ് പറയുന്നു. ആക്രമണത്തെ തുടർന്ന് വീടിന് പുറത്തേക്കോടിയ ഇരുവരെയും മുറ്റത്ത് കിടന്ന സൈക്കിൾ പമ്പ് കൊണ്ട് തലയ്ക്കും കൈക്കും അടിക്കുകയും ചെയ്തു. ഗുരുതരമായി പരുക്കുപറ്റിയ പ്രിയയും മകളും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ആക്രമിച്ച സംഭവത്തിൽ ബാലനീതി നിയമം കൂടി ഉൾപ്പെടുത്തിയാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ബിജുമോനെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കർണാടക ധർമ്മസ്ഥലയിൽ ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയും തെളിവുകളും ഉണ്ടായിട്ടും തുടർ നടപടികൾ വൈകുകയാണ്. മൃതദേഹം കണ്ടെത്താനായി കുഴിച്ച് പരിശോധിക്കുന്നതിനുള്ള അനുമതിക്കായി പോലീസ് RDOയ്ക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. നിലവിൽ പോലീസ് സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ധർമ്മസ്ഥലയിൽ ലൈംഗികാതിക്രമത്തിനിരയായ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ വൈകുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശം. ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നിവരുടെ മുമ്പാകെയാണ് മുൻ ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. തെളിവിനായി പരാതിക്കാരൻ പുറത്തെടുത്ത തലയോട്ടി ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പോലീസിന് കൈമാറിയ മജിസ്ട്രേറ്റ് കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പ്രതികളുടെ പേരുൾപ്പെടെയുള്ള തെളിവുകൾ നൽകാൻ തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണമെന്ന സാക്ഷിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നു. (1995) മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു ഇയാളുടെ മൊഴി. ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയിട്ടും മതിയായ അന്വേഷണം നടക്കാത്തതിനാലാണ് കോടതിയിൽ നേരിട്ടെത്തി രഹസ്യമൊഴി നൽകിയത്. അതേസമയം മുൻ ജീവനക്കാരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മണ്ണ് കുഴിച്ച് പരിശോധന നടത്തുന്നതിനായി റവന്യൂ അധികൃതർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്ന്
ധർമ്മസ്ഥല പോലീസ് അറിയിച്ചു. RDOയുടെ അനുമതി ലഭിച്ചാലുടൻ പരിശോധന ആരംഭിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ധർമ്മസ്ഥല കൊലപാതക പരമ്പരകളിലെ വെളിപ്പെടുത്തലിൽ നിർണായകമായത് സൗജന്യ വധക്കേസാണ്. കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് വരെ എത്തിച്ചത്. നീതിക്കായി ഇന്നും ഇവരുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. ഒക്ടോബർ 9 ധർമ്മസ്ഥലയിലെ കോളേജ് വിദ്യാർത്ഥിനിയായ സൗജന്യ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതിനിടെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് സൗജന്യയെ കാണാതാവുന്നത്. പിന്നീട് സ്കൂൾ യൂണിഫോമും ಬ್ಯಾಗು ಉൾപ്പെടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2012ರಲ್ಲಿ ನನ್ನ ಮಗಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದ ನೇತ್ರಾವತಿಯಲ್ಲಿ ಬಸ್ಸಿನಿಂದ ಇಲ್ಲಿದ್ದು ನಡ್ಕೊಂಡು ಬರುವಾಗ ಅಂದರೆ ಬೆಳಿಗ್ಗೆ ಏನು ತಿನ್ನದೆ ಮಗು ಹೋಗಿದ್ದಾಳೆ. ಮಧ್ಯಾಹ್ನ ಊಟಕ್ಕೆ ಬರ್ತಾನೆ ಅಮ್ಮ ಅಂತ ಹೇಳಿ 4 ಕಾಲಿಗೆ ನೇತ್ರಾವತಿ ದಾಟಿದ್ದಾಳೆ. ನೇತ್ರಾವತಿಯಿಂದ ಕಿಡ್ನಾಪ್ ಮಾಡಿ ಅತ್ಯಾಚಾರ ಮಾಡಿ ಮೈಯಲ್ಲಿ ಎಷ್ಟು ಜಾಗಿದೆ ಅಷ್ಟಕ್ಕೆಲ್ಲ ಕಚ್ಚಿ കൊല ಮಾಡಿದ್ದಾರೆ. കാർക്കട സ്വദേശിയെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. ഇയാളല്ല കൊലയാളിയെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം ചർച്ചയാവുകയും ഇവരിലൊരാളെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ആ അമ്മയുടെ കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ സമൂഹം കേൾക്കുന്നുണ്ട് അമ്മയുടെ കരച്ചിൽ. ഒരുപാട് വിഷമമുണ്ട്. ഒരു പ്രതിയെന്ന് പറഞ്ഞ് ഒരു നിരപരാധിയെ പിടിച്ചകത്തിട്ടു 6 വർഷം അവനെ ശിക്ഷിച്ചു. എന്നിട്ടോ കുറ്റം ചെയ്ത ആരാണ് ഇതുവരെ പിടിക്കാൻ പറ്റില്ല. അവനെ വെറുതെ വിട്ടു കോടതി. വെറുതെ വിട്ട് ഇപ്പോൾ എല്ലാവരും ഈ മഹേഷ് ഷെട്ടി തിമറോടി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ പോരാട്ടം നടത്തും, സൗജന്യ പോരാട്ടം. പക്ഷേ ഇതുവരെ ഇനി എന്തൊക്കെയോ മുടന്ത ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇത് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട്, കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്ലാസുകളും കാര്യങ്ങളും അതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ തിരുമറി നടത്തുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിൽ? ആരാണ് സാറേ? ഈ അമ്മയുടെ കണ്ണീരിന് വിലയില്ലേ? ഇതൊരു കണ്ണുനീരല്ലേ? ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്ത കൊലപാതകമാണ്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. ഇതോടെയാണ് സൗജന്യ വധക്കേസ് വീണ്ടും ചർച്ചയായത്. നീതിക്കായി ഇന്നും ഇവരുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. ഒക്ടോബർ 9 അതിക്രൂരമായി കൊല്ലപ്പെട്ട സൗജന്യയുടെ മൃതദേഹമാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല. നീതിക്കായുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നു. ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി പോലീസിന് മുന്നിലെത്തിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കി പോലീസ്. കോഴിക്കോട് തിരുവമ്പാടി കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്നയാളുടെ രേഖാചിത്രമാണ് തയ്യാറാക്കിയത്. കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്താൻ ഇനിയും കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ നടത്തിയ 2ാമത്തെ കൊലയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ജൂൺ 5 വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി കുറ്റസമ്മതം നടത്തിയത്. മൂത്ത മകന്റെ മരണവും 2ാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം മൂലമാണ് വെളിപ്പെടുത്തലെന്നാണ് മുഹമ്മദ് അലി വ്യക്തമാക്കിയത്. 1986 തന്റെ 14ാം വയസ്സിൽ ഒരാളെ കൊന്നുവെന്നായിരുന്നു കുറ്റസമ്മതം. പഴയ രേഖകൾ പരിശോധിച്ചപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞ കാലത്ത് കൂടരഞ്ഞിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നതായി വ്യക്തമായി. സ്ഥലത്ത് ജോലിക്ക് വന്നയാളെന്നതിനപ്പുറം മറ്റു വിവരങ്ങൾ വ്യക്തമായില്ല. തുടർന്നാണ് മുഹമ്മദ് അലിയുടെ കൂടി സഹായത്തോടെ രേഖാചിത്രം തയ്യാറാക്കിയത്. രേഖാചിത്രത്തിന് മരിച്ചയാളുമായി 80% സാമ്യമുണ്ടെന്ന് കൊല ചെയ്യപ്പെട്ടുവെന്ന് കരുതുന്നയാളെ കൂടരഞ്ഞിയിൽ ജോലിക്കെത്തിച്ച ദേവസ്യ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ട് ആരെങ്കിലും തിരക്കെത്തുമോ എന്ന കാത്തിരിപ്പിലാണ് പോലീസ്. വിവിധ കാലയളവുകളിലായി കാണാതായ ആളുകളുടെ ലഭ്യമായ ചിത്രങ്ങളുമായും ഇത് താരതമ്യം ചെയ്തു വരികയാണ്.
14 വയസ്സുള്ള തന്നെ ഉപദ്രവിക്കാൻ വന്നയാളെ തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ മൊഴി. ഇതിനിടെ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ 1989 ബാബു എന്നയാളോടൊപ്പം ചേർന്ന് മറ്റൊരാളെയും കൊന്നതായി മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. സമാന കാലത്ത് വെള്ളയിൽ ബീച്ചിലും ഒരു കൊലപാതകം നടന്നതായി രേഖകളുണ്ട്. എന്നാൽ മരിച്ചയാളെയും കൊലയ്ക്കൊപ്പമുണ്ടായിരുന്ന ബാബുവിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും രേഖാചിത്രം വരയ്ക്കാനാണ് പോലീസിന്റെ നീക്കം. കൂടരഞ്ഞി സ്വദേശിയായ മുഹമ്മദ് അലിയുടെ നേരത്തെയുള്ള പേര് ആന്റണി എന്നായിരുന്നു. വേങ്ങരയിലെത്തി 2ാം വിവാഹശേഷമാണ് മതം മാറിയത്. അതേസമയം ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി വ്യക്തമാക്കി സഹോദരൻ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിൽ MDMAയുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിനിമാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. സിനിമാ താരങ്ങളും സംവിധായകനും ഉൾപ്പെടെ 4 പേരെ ഫോണിൽ വിളിച്ച് പോലീസ് വിവരം തേടി. 4 മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. റിൻസിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 4 പേരെയാണ് ഫോണിൽ വിളിച്ച് പോലീസ് വിവരങ്ങൾ തേടിയത്. ഒരു സംവിധായകനെയും വിളിച്ചു. 4 മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഫോണിൽ വിളിച്ചവരാണിവർ. വരാനിരിക്കുന്ന സിനിമയുടെ പ്രമോഷനുകളുടെ ഭാഗമായാണ് റിൻസിയെ വിളിച്ചതെന്നാണ് ചിലരുടെ വിശദീകരണം. സൗഹൃദ സംഭാഷണത്തിന് വിളിച്ചെന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇവരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. ഫോണിലെ ചില കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത റെക്കോർഡുകൾ വീണ്ടെടുക്കാൻ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റും ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ വൻതോതിൽ ലഹരി വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും കണക്കുകളും പോലീസിന് ലഭിച്ചു. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയായ റിൻസി ലഹരി കച്ചവടത്തിനായി തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൻ MDMA വേട്ട. 227 ഗ്രാം MDMAയുമായി തൊടിയൂർ സ്വദേശി അനന്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി. ജില്ലയിലെ MDMA മൊത്ത വിതരണക്കാരിൽ പ്രധാനിയാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം കരുനാഗപ്പള്ളി തൊടിയൂരിലെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടിച്ചത്. തൊടിയൂർ സ്വദേശി അനന്തുവിനെ 227 ഗ്രാം MDMAയുമായാണ് അറസ്റ്റ് ചെയ്തത്. മുൻപ് 2 തവണ ലഹരിക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അനന്തു എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 2 വർഷം പ്രതി ജയിലിൽ കിടന്നിട്ടുണ്ട്. മഠത്തിൽ വടക്കതിൽ വീട്ടിൽ അനന്തു എന്നയാളാണ് പ്രതി. ഇയാള് മുൻപും MDMA കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. കൊമേഴ്ഷ്യൽ അളവിലുള്ള MDMA കേസിൽ പ്രതിയായി 2 വർഷത്തോളം ജയിലിലായിരുന്നു. അതുപോലെ പിറ്റ് NDPS കേസിലൊക്കെ ഉൾപ്പെട്ട പ്രതിയാണ്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വലിയ തോതിൽ ജില്ലയിലേക്ക് MDMA കടത്തുന്ന ഒരു പ്രധാനിയാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി ജില്ലയിലേക്ക് MDMA എത്തിച്ചിരുന്നത് എന്ന് എക്സൈസ് കണ്ടെത്തി. മൊത്ത വിതരണക്കാരനായ അനന്തുവിൽ നിന്നും ലഹരിമരുന്ന് വാങ്ങിയവരെ കണ്ടെത്താനും എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. 30 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ പിടികൂടി തിരുവനന്തപുരം പാറശാല പോലീസ്. പളുകൽ തേരുപുറം സ്വദേശി ജയകുമാർ എന്ന 55-കാരനെയാണ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ജയകുമാർ. 1996 കാലഘട്ടത്തിൽ കൊടങ്ങാവിളയിലെ ഒരു വീട് കുത്തിത്തുറന്ന് 10 പവൻ സ്വർണവും പണവും കവർന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി കടന്നുകളയുകയായിരുന്നു. പേരും രൂപവും മാറി നടക്കുകയായിരുന്ന ജയകുമാറിനെ പിടികൂടുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി. ജില്ലയ്ക്ക് പുറത്തും തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിലും നിർമ്മാണ തൊഴിലാളി ആയിട്ടായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്.
കാട്ടാക്കട കണ്ടലയിലെ പെൺസുഹൃത്തിന്റെ അടുത്തേക്ക് ജയകുമാർ എത്തുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു പാറശാല പോലീസ് വല വിരിച്ചത്. പാറശാല SI ദീപു SS-ന്റെ നേതൃത്വത്തിൽ SCPOമാരായ സാജൻ, വിമൽരാജ്, അനിൽകുമാർ, അഭിലാഷ് എന്നിവർ ചേർന്നാണ് പുലർച്ചെ പ്രതിയെ പിടികൂടിയത്. ജയകുമാറിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു കേസിലെ പ്രതിയെയും 30 വർഷത്തിനു ശേഷം പാറശാല പോലീസ് പിടികൂടിയിരുന്നു. ധനുവച്ചപുരം സ്വദേശി പ്രസാദിനെ മോഷണ ശ്രമത്തിനിടയിൽ കൊലപ്പെടുത്തി കടന്നുകളഞ്ഞ രാജപ്പനെയാണ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കാസർഗോഡ് നീലേശ്വരം പെട്രോൾ പമ്പിലെ കവർച്ചാ കേസിൽ പ്രതി പിടിയിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് ഇരിട്ടി ചെളിയംകോട്ടെ കുരുവി സജു എന്ന സജീവനെയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് പ്രതി കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കവർച്ച നടത്തി 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് നീലേശ്വരം പോലീസിന് അഭിമാനമായിരിക്കുകയാണ്. നീലേശ്വരം രാജാ റോഡിലെ വിഷ്ണു ഏജൻസീസ് പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതിയാണ് പിടിയിലായത്. കുപ്രസിദ്ധ മോഷ്ടാവ് ഇരിട്ടി ചെളിയംകോട്ടെ കുരുവി സജു എന്ന സജീവനെയാണ് നീലേശ്വരം SI KV രതീശൻ അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരുങ്ങോത്തിന്റെ നിർദ്ദേശപ്രകാരം നീലേശ്വരം പോലീസ് ഇൻസ്പെക്ടർ നിബിൻ ജോയിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നാണ് സജീവനെ അറസ്റ്റ് ചെയ്തത്. കവർച്ച നടത്തി 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് നീലേശ്വരം പോലീസിന് അഭിമാനമായി. നീല ഷർട്ടും കറുത്ത മുണ്ടും ധരിച്ചെത്തിയ സജു കുട മറയാക്കിയാണ് മേശവലിപ്പിൽ നിന്ന് പണം കവർന്നത്. പെട്രോൾ പമ്പിലെയും പരിസരങ്ങളിലെയും CCTV ക്യാമറകളിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിയാനായത്. പ്രതിയായ സജീവൻ കാസർഗോഡ് കടപ്പുറം സ്വദേശിനിയോടൊപ്പം കാഞ്ഞങ്ങാട്ടെ വാടക വീട്ടിൽ താമസിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പമ്പ് അക്കൗണ്ടന്റായ രാജേഷ് പണം എണ്ണിത്തിട്ടപ്പെടുത്തി മേശവലിപ്പിൽ വെച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിയുന്നത്. ഉടൻ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. കുരുവി സജുവിനെതിരെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു എന്നിവിടങ്ങളിൽ സമാന രീതിയിലുള്ള കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം വാഴക്കാട്ട് എളമരം സ്വദേശി സലാമിന്റെ വീട് കുത്തി തുറന്ന് 15 പവൻ സ്വർണവും 15,000 രൂപയും മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പള്ളിക്ക ബസാർ ഒടയോള സ്വദേശി പ്രണവിനെയാണ് പോലീസ് പിടികൂടിയത്. വാഴക്കാട് പോലീസും ആന്റി തെഫ്റ്റ് സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടിച്ചത്. ജൂലൈ 5 രാത്രി വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്ത് വീടിനകത്ത് കയറി അലമാര കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. അലമാരയിലുണ്ടായിരുന്ന 15 പവൻ സ്വർണവും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപയുമാണ് നഷ്ടമായത്. അടുത്ത ദിവസം വീട്ടുകാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് പഴുതടച്ച അന്വേഷണത്തിലൂടെ ഒരാഴ്ചയ്ക്കകം പ്രതിയെ പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രണവ് നിലവിൽ കോഴിക്കോട് ജില്ലയിലെ മാവൂർ, മുക്കം പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളിൽ പ്രതിയാണ്. JJ ആക്ട് പ്രകാരം കൊണ്ടോട്ടി പോലീസിലും കേസ് നിലവിലുണ്ട്. മോഷണം നടന്ന വീടിനടുത്തെ ക്വാർട്ടേഴ്സിൽ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു പ്രതി. ഇയാൾ മോഷണത്തിന് ശേഷം ഇവിടെ നിന്ന് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് പ്രണവിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മുക്കം മാവൂർ പോലീസിലും കേസുള്ളതായി മനസ്സിലായി. രാമനാട്ടുകരയിലെ പ്രണവിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 2 ലക്ഷം രൂപയുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിച്ചു. പിന്നാലെ അറസ്റ്റ്. മോഷണം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നഷ്ടമായതിൽ 6 പവൻ സ്വർണവും കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മണ്ണുമായി വന്ന ടിപ്പർ ലോറിക്ക് നേരെ ആക്രമണം. ഡ്രൈവറെയും സഹോദരനെയും മർദ്ദിച്ചതായി പരാതിയുണ്ട്. വാഹനം കടത്തിവിടണമെങ്കിൽ പണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്നാണ് ആരോപണം. സംഭവത്തിൽ കേസെടുത്ത പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നെയ്യാറ്റിൻകര കവളാകുളം തോട്ടുവരമ്പ് റോഡിലായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടിപ്പറിൽ മണ്ണുമായി എത്തിയ മണത്തല സ്വദേശി ബിജുകുമാറിനും സഹോദരൻ സജികുമാറിനുമാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. വാഹനം കടന്നു പോകണമെങ്കിൽ പണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒരു സംഘം എത്തിയത്. വാക്കുതർക്കത്തെ തുടർന്ന് ആക്രമണം നടത്തുകയായിരുന്നുവെന്നും ബിജുകുമാർ നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അവിടെ ഇറക്കാൻ പോയപ്പോഴേക്കും ഒരു പയ്യൻ വന്ന് പറഞ്ഞു, ഇവിടെ ലോഡ് ഇറക്കരുത്, നമുക്ക് പൈസ തന്നാലേ ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസ തരണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ പറഞ്ഞു, എങ്കിൽ ഇവിടെ ഇറക്കണ്ട, റോഡൊക്കെ പൊളിഞ്ഞു വന്ന് തിരിച്ചു കൊണ്ടുപോകാൻ. വണ്ടി തിരിക്കാൻ വേണ്ടി ഒരു 10 അടി മുമ്പോട്ട് എടുത്തപ്പോഴേക്കും അതിലുള്ളൊരു പയ്യൻ വന്നു, ഇവരെ കൂടെ ഉള്ളൊരു പയ്യൻ വന്നു, എൻ്റെ ഗ്ലാസ്സിനെ ഒരൊറ്റയടി അടിച്ച് പൊട്ടിച്ചിട്ട് അടുത്ത് നേരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞാൻ വെളി ഇറങ്ങി, ഗ്ലാസ് എന്തിനടിച്ച് പൊട്ടിച്ചെന്ന് കേട്ടപ്പോഴേക്കും പുറത്തിറങ്ങിയെന്ന് അവരടുത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും എൻ്റെ അനിയൻ ആ ഭാഗത്ത് വരെയായിരുന്നു. ആ വന്ന് എന്തിൻ്റെ അടിച്ച് പൊട്ടിച്ചെന്ന് കേട്ടപ്പോൾ അവരടി തുടങ്ങി. ബിജുകുമാറും സഹോദരനും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ബിജുകുമാറിന്റെ വാഹനത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം പരാതിയിൽ കേസെടുത്തതായും കസ്റ്റഡിയിലെടുത്ത കുട്ടൻ, സുധീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായും നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണം. 3 പ്രത്യേക സംഘങ്ങൾ അപകടം അന്വേഷിക്കും. 7.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായി അണച്ചത്. ചെന്നൈ തുറമുഖത്തിൽ നിന്ന് മൈസൂരുവിലേക്ക് ഡീസൽ നിറച്ച വാഗണുകളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 5 മണിയോടെ തിരുവള്ളൂരിൽ വെച്ച് ഒരു ബോഗി പാളം തെറ്റുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നു. തീ 10 വാഗണുകളിലേക്ക് കൂടി പടർന്നതോടെ ആളിക്കത്തി. വാഗണുകളുള്ള ട്രെയിനിൽ 30,000 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു. മറ്റ് വാഗണുകൾ വേർപിടിവിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും വലിയ അപകടം ഒഴിവാക്കി. ജനവാസ മേഖലയായതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ആളുകളെ ഒഴിപ്പിച്ചു. 5:30 AM at Tiruvallur railway station there is a train accident, a diesel goods train from Manali to Jolarpet and onward to Karnataka got fire near the Tiruvallur railway station and 5 bogies have started the initial fire. അപകട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇതോടെ അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ട്. വിള്ളൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നറിയാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ട്രാക്കിൽ പരിശോധന നടത്തി. അപകടത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി. ചെന്നൈ സെൻട്രൽ മൈസൂരു വന്ദേ ഭാരത്, ചെന്നൈ സെൻട്രൽ മൈസൂരു ശതാബ്ദി എക്സ്പ്രസ്, ചെന്നൈ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെ 8 ട്രെയിനുകൾ റദ്ദാക്കി. പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 48 ലക്ഷം രൂപ പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശി ഗണേശ് അശോക് ജാദവാണ് പണം കടത്തിക്കൊണ്ടുവന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണം കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നെന്നാണ് പ്രതി മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11-ന് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന എയർബസിലെ യാത്രക്കാരനായ
മഹാരാഷ്ട്ര സ്വദേശി ഗണേഷ് അശോക് ജാദവിൽ നിന്നാണ് 48 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. രേഖകളില്ലാതെയാണ് പണം കടത്തിക്കൊണ്ടുവന്നത്. ബാഗിനുള്ളിൽ 50,000 രൂപ വീതമുള്ള 96 കെട്ടുകളിലായിരുന്നു പണം. പണത്തിന്റെ ഉറവിടമോ കൊണ്ടുപോകുന്ന കാരണമോ വ്യക്തമാക്കാത്തതിനാൽ പ്രതിയെയും പണവും ഇൻകം ടാക്സ് വകുപ്പിന് കൈമാറി. പണം കൊട്ടാരക്കര ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയത്. പണം ആർക്ക് കൈമാറണം എന്നുള്ളത് കൊട്ടാരക്കര എത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നും പ്രതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് PR, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭാജി, പ്രിവന്റീവ് ഓഫീസർ KP രാജേഷ്, മനോജ് PS എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം പുത്തൻകുരിശിൽ വളർത്തുനായ്ക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. 3 മാസം പ്രായമായ നായ്ക്കുട്ടിയുടെ ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചെന്നാണ് പരാതി. നായുടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ നിലയിലാണ്. കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തു. വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം നോക്കിയാണ് 3 മാസം പ്രായമായ പൂപ്പിയോട് അജ്ഞാതൻ ഈ ക്രൂരത കാട്ടിയത്. നയന വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് പേടിച്ചിരിക്കുന്ന പൂപ്പിയെ. മൃഗാശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് എന്തോ രാസവസ്തു പൂപ്പിയുടെ മേൽ ഒഴിച്ചെന്ന് സ്ഥിരീകരിച്ചത്. അടുത്തുണ്ടായിരുന്ന ഫെലിക്കൻ ഹോസ്പിറ്റലായിരുന്നു. അവരവിടെ വന്ന് തന്നെ അവനെ മാക്സിമം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അത് ലാബ് ടെസ്റ്റിലാണ് അറിയണത് ഇതെന്തോ കെമിക്കൽ തന്നെയാണെന്ന് പറഞ്ഞു. വെള്ളമൊന്നുമല്ല, കെമിക്കൽ എന്തോ വീണതാണ്. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ടുള്ളൂ. ചെവിക്കാണെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടോ? അവർ ആ ഡോക്ടർ വായ പൊളിച്ച് നോക്കി. അപ്പം അതിൻ്റെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വായും നാക്കും ഒക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പം അത് ഇന്റേണൽ ഓർഗൻസിനെ, ത്രോട്ടടക്കം ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികളോടൊപ്പം ഓടിക്കളിച്ച് എല്ലാവരുടെയും പൊന്നോമനയായി നടന്ന പൂപ്പിക്കിപ്പോൾ ആളുകളെ കാണുമ്പോൾ പേടിയാണ്. നായക്കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മനുഷ്യനാണേലും മൃഗമാണേലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അത് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നുകൊണ്ടാണ് എനിക്കിത് വന്നത്. ഇനി ആ പട്ടിക്കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവൻ്റെ അവകാശം നേടിയെടുത്തു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കും. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാരാഷ്ട്രയിൽ 1.5 കോടിയോളം രൂപ കവർച്ച നടത്തി കേരളത്തിലേക്ക് കടന്ന പാലക്കാട് സ്വദേശികളെ പോലീസ് അതിസാഹസികമായി പിടികൂടി. കുമ്മാട്ടർമേട് സ്വദേശി നന്ദകുമാർ, കാണിക്കുളം അജിത് കുമാർ, പോൽപ്പുള്ളി സുരേഷ്, കാരക്കാട്ട് പറമ്പ് വിഷ്ണു, മലമ്പുഴ സ്വദേശി ജിനു, വാവുല്യപുരം കലാധരൻ എന്നിവരെയാണ് ഹൈവേ പോലീസും കൽപ്പറ്റ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇവരെ മഹാരാഷ്ട്ര പോലീസിന് കൈമാറി. മണ്ണാർക്കാട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ കേസിൽ പ്രതി അഷ്റഫ് അറസ്റ്റിൽ. CPMൽ സംഘർഷമുണ്ടാക്കാനാണ് പടക്കമെറിഞ്ഞതെന്ന് FIR. മലപ്പുറം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. പന്താരങ്ങാടി പള്ളിപ്പടിയിൽ താമസക്കാരനായ അമീനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികൾ ഏറെ സൂക്ഷിക്കേണ്ട കാലമാണിത്. പല വിധത്തിലാണ് ചുറ്റും ചതിക്കുഴികളുള്ളത്. മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥിനിയുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമം. ഇൻസ്റ്റഗ്രാമിലെ വ്യാജ അക്കൗണ്ടിലൂടെ ചിത്രം വിദ്യാർത്ഥിനിക്ക് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പെൺകുട്ടി ഇക്കാര്യം കൊണ്ടോട്ടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പെൺകുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് തസ്രീഫ്,
മുഹമ്മദ് നിദാൽ, മുഹമ്മദ് ഷിഫിൻ ഷാൻ എന്നിവരെയാണ് കൊണ്ടോട്ടി ഇൻസ്പെക്ടർ PM ഷമീർ അറസ്റ്റ് ചെയ്തത്. ഇവർ സ്കൂൾ പഠനകാലത്ത് പെൺകുട്ടിയുടെ സീനിയറായി പഠിച്ചവരാണ്. കടുത്ത ശിക്ഷ തന്നെ ഇത്തരക്കാർക്ക് ഉറപ്പാക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.